അങ്ങനെ എനിക്കും കിട്ടിയ ഒരു മെലസ്റ്റോമ പ്ലാന്റ്. കുറേ നാളായിട്ടൊരു മെലസ്റ്റോമ വാങ്ങണമെന്ന് കരുതി ഇരിക്കുമായിരുന്നേ. അതേ ചട്ടിയിൽ തന്നെയാണ് ഞാൻ കുറച്ച് ബോൾസ്യത്തിൻ്റെ വിത്തും പാകിയിരിക്കുന്നത്. സീനിക അവിടെ എവിടെയും പിടിച്ച് നിൽപ്പുണ്ടേ. ഇത്രയും ബോൾസ്യത്തിൻ്റെ തൈക്കുള്ള വിത്ത് എനിക്ക് ഈ ഒരു പ്ലാന്റിൽ നിന്നാണ് കിട്ടിയത്. ഇന്നും കുറച്ച് ചെടികൾ കിട്ടിയിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള മണ്ണും ചാണകവും ഞാൻ എടുക്കുവാണേ. നല്ല വളക്കൂറുള്ള മണ്ണാണ് ഇത്. മണ്ണെടുക്കുമ്പോൾ ഞാൻ എപ്പോഴും ഈ വലിയ ബക്കറ്റിലാണ് എടുക്കുന്നത്. ആവശ്യമുള്ള ചെടിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ട് ബാക്കി അങ്ങനെ വെച്ചേക്കും. വേറെ ചെടികൾ കിട്ടുമ്പോൾ നമ്മുടെ പണി എളുപ്പമാവുമല്ലോ. ഇന്ന് എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ പ്ലാന്റ് കിട്ടുന്നത്. ഞാൻ കറ്റാർ വാഴ വാങ്ങാൻ വേണ്ടി മിനി ആൻറ്റിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് ഈ പ്ലാന്റൊക്കെ. അവിടെ ഇഷ്ടം പോലെ ചെടികളുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏത് ചെടി വേണമെന്ന് കൺഫ്യൂഷൻ ആയിരിക്കുവേ. കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ഗാർഡനിങ് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ആദ്യം ചെടികൾ കൊണ്ടുവന്നത് മിനി ആൻറ്റിയുടെ വീട്ടിൽ നിന്നായിരുന്നേ. കുറച്ച് വിത്തുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നേ. അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ നട്ട് വെക്കുവാണേ. ആദ്യമായി പിടിച്ച നിശാഗന്ധിയുടെ മൊട്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. തൊട്ടപ്പോഴേ അങ്ങ് പൊഴിഞ്ഞു പോയി. അപ്പം ശരി, പിന്നെ കാണാം.